അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ലോകത്ത് അള്ളാഹു മനുഷ്യർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് ഒരാൾ നല്ലവനാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല. ഈ ലോകത്ത് ഓരോരുത്തരുടെയും പരിശ്രമമനുസരിച്ച് അവർക്ക് ഫലങ്ങൾ നേടാൻ കഴിയും. അള്ളാഹു അവരുടെ പരിശ്രമങ്ങൾക്ക് ഫലം നൽകിക്കൊണ്ടിരിക്കും. പക്ഷേ എത്ര പരിശ്രമങ്ങൾ നേടി എന്തൊക്കെ ഈ ലോകത്ത് നേടിയാലും അതൊക്കെ മരണത്തോടുകൂടി ആ നേടിയതൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നു. എന്നാൽ പരിശ്രമങ്ങൾ മാത്രം മരണത്തോടുകൂടി ഓരോ വ്യക്തിയുടെയും കൂടെ പോകുന്നു. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരുടെ കൂടെ പോകുന്ന പരിശ്രമങ്ങളിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഇല്ല എങ്കിൽ പരലോകത്ത് അവർക്ക് ഒന്നും ലഭിക്കുകയില്ല. ആ പരിശ്രമങ്ങൾക്ക് ഒരു സൽഫലവും അവിടെ കാണാൻ കഴിയുകയില്ല. കാരണം അവർ ഈ ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചത്. ആ നേട്ടങ്ങളൊക്കെ അള്ളാഹു അവർക്ക് ഇവിടെ നേടിക്കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും അവർക്ക് പരലോകത്ത് ഒരു ഉപകാരവും ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, അവർക്ക് അവിടെ നരകശിക്ഷയായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഇന്ന് പഠിക്കുന്ന 15, 16 ആയത്തുകളിൽ പറയുന്നത്. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹാ നുവഫി ഇലൈഹിം അഅ്മാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലൻ നാർ വഹബിത മാ സനഉ ഫീഹാ വബാതിലും മാ കാനൂ യഅ്മലൂൻ. മൻ ഖാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹാ, ആരെങ്കിലും ഈ ലോകവും അതിൻ്റെ അലങ്കാരങ്ങളുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, സീനത്ത് എന്നാൽ അലങ്കാരം എന്നാണ്. ജീവിതം സന്തോഷകരമായി തീരുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ അലങ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തെ സൗകര്യങ്ങളും സന്തോഷങ്ങളും മാത്രമാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, നുവഫി ഇലൈഹിം അഅ്മാലഹും ഫീഹാ, അതിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലം എല്ലാം നാം അവർക്ക് പൂർത്തീകരിച്ച് നൽകും. നുവഫി ഇലൈഹിം, നാം അവർക്ക് പൂർത്തീകരിച്ച് നൽകും. അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ. ഫീഹ, അതിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത്. അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ നാം അവർക്ക് ഈ ലോകത്ത് തന്നെ പൂർത്തീകരിച്ച് നൽകും. വഹും ഫീഹ ലാ യുബ്ഖസൂൻ, അതിലവർക്ക് ഒരു കുറവും വരുത്തുകയില്ല. അവരുടെ പരിശ്രമങ്ങളുടെ ഫലങ്ങളൊക്കെ അവർക്ക് കിട്ടും. അത് പരലോക വിശ്വാസിയാണോ അല്ലയോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല അള്ളാഹു നൽകുന്നത്. എന്നാൽ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, എന്നാൽ ഇക്കൂട്ടർക്ക് അന്ത്യനാളിൽ നരകമല്ലാതെ മറ്റൊന്നും ലഭിക്കുകയില്ല. ഉലൈക, ഇക്കൂട്ടർ, ഈ ദുനിയാവ് മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഇവർ, അല്ലദീന ലൈസ ലഹും, അവർക്ക് ഇല്ലാത്തവരാണ്, ഫിൽ ആഖിറതി, അന്ത്യനാളിൽ, ഇല്ലന്നാർ, നരകമല്ലാതെ, വഹബിത മാ സനഉ ഫീഹാ, ഇതിൽ അവർ ഉണ്ടാക്കിയതൊക്കെ, ഈ ദുനിയാവിൽ അവർ ഉണ്ടാക്കിയതൊക്കെ അവർക്ക് നിഷ്ഫലമായി പോകുന്നതാണ്. ഹാബിത എന്ന് പറഞ്ഞാൽ അധ്വാനം വിഫലമായി പോവുക എന്നാണ്. സനഉ എന്ന് പറഞ്ഞാൽ അവർ നിർമ്മിച്ചുണ്ടാക്കിയത്. സാധാരണ പശുക്കള് അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളൊക്കെ വിഷമുള്ള വല്ല ഭക്ഷണവും കഴിച്ചാൽ, അല്ലെങ്കിൽ ദഹിക്കാത്ത പേപ്പർ, പ്ലാസ്റ്റിക്കുകളൊക്കെ തിന്നുന്ന പശുക്കൾക്ക് വയറ് വീർത്ത് രോഗം ബാധിക്കുന്ന അവസ്ഥക്കാണ് അറബിയിൽ ഹാബിത എന്ന് പറയുന്നത്. മൃഗങ്ങളുടെ വയറുകൾ ഇങ്ങനെ ദുഷിച്ച ഭക്ഷണം കഴിച്ച് വീർത്തിരിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നല്ല തടിച്ച വയറ് നിറഞ്ഞ പശു എന്നാണ് തോന്നുക. എന്നാൽ അത് വയറ് വീർത്ത് ചെത്തു പോവുകയാണ് ചെയ്യുക, നശിച്ചു പോവുകയാണ് ചെയ്യുക. ആ വീർത്ത് കാണുന്ന വയറ്, അതിലുള്ള ഭക്ഷണം കൊണ്ട് യാതൊരു ഫലവുമില്ലെന്ന് മാത്രമല്ല, നാശത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് അവർക്കുണ്ടാവുക. ഈ ദുനിയാവിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന, ഇവിടെ കുറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും പരലോകം നഷ്ടപ്പെടുകയും ചെയ്തവരുടെ അവസ്ഥ ഇതുപോലെയായിരിക്കും എന്നാണ് പറയുന്നത്. വ ബാത്തിലും മാ കാനൂ യഅ്മലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതൊക്കെ നിഷ്ഫലമായതായിരിക്കും. പരലോകത്ത് ചെല്ലുമ്പോൾ അവരുടെ അധ്വാനങ്ങളും കർമ്മഫലങ്ങളുമൊന്നും അവർക്ക് ഒരു ഫലവും ചെയ്യാത്തതായിരിക്കും എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.